ഇന്നലെ ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ ഉത്സവമായിരുന്നു. എന്തായിരുന്നു അതിന് കാരണം എന്നറിയണ്ടേ? ആ ഗ്രാമത്തിൽ ആദ്യമായി ഒരു മൊബൈൽ ടവർ വന്നു. ഛത്തീസ്ഗഡിലെ ബീജാപൂരിലുള്ള കൊണ്ടപ്പള്ളി ഗ്രാമത്തിലാണ് ആദ്യമായി മൊബൈൽ ടവർ വന്നത്. ആന്ധ്രയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് ഈ മാറ്റം വന്നത്. മുമ്പ് അത് നക്സൽ ബാധിത പ്രദേശമായിരുന്നു, മാവോയിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ അവർ മൊബൈൽ ടവർ പോയിട്ട് ഒരു വൈദ്യുതി ലൈൻ വലിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് അവിടെ നിന്ന് മാവോയിസ്റ്റുകളെ ഒന്നടങ്കം അടിച്ചോടിച്ച് സുരക്ഷാസേന അവിടം സ്വതന്ത്രമാക്കി. അവിടെ ജനാധിപത്യ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ വന്നു. അതോടുകൂടി അവിടെ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവിടെ ആദ്യമായിട്ട് ഒരു മൊബൈൽ ടവർ വന്നു. അവിടുത്തെ ജനങ്ങൾ ഉത്സവ തിമിർപ്പിലായിരുന്നു. സ്ത്രീകൾ ആരതിയൊഴിഞ്ഞും പൂജ ചെയ്തും ഒക്കെയാണ് മൊബൈൽ ടവറിനെ വരവേറ്റത്. കാരണം തങ്ങളുടെ ഗ്രാമം വികസിക്കുന്നു, അത് ഒരു പുരോഗതിയിലേക്ക് പോകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ്. നേരത്തെ ഈ ബീജാപൂരിലടക്കം, ഈ കൊണ്ടപ്പള്ളി ഗ്രാമത്തിലടക്കം കടുത്ത ഈ നക്സൽ ബാധിത പ്രദേശമായിരുന്നതിനാൽ വലിയ ഏറ്റുമുട്ടലുകളൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. പലപ്പോഴും അവിടെ ഈ മാവോയിസ്റ്റുകളുടെ തേർവാഴ്ചയാണ് അരങ്ങേറിയിരുന്നത്. എന്തായാലും ഈ അതിർത്തിയിലെ വനമേഖലയിലുള്ള ഗ്രാമം നിങ്ങളുടെ നല്ല ഗ്രാമം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിക്ക് കീഴിലാണ് ആ ഗ്രാമത്തിൽ മൊബൈൽ ടവർ വന്നത്. ഇനി റോഡ്, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയ അവശ്യ സൗകര്യങ്ങൾ ഒന്നും മുമ്പ് അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഈ കൊണ്ടപ്പള്ളിയിൽ ഇതൊക്കെ എത്തിക്കാനുള്ള തീവ്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. റോഡ് പണി അതിവേഗത്തിൽ പുരോഗമിക്കുന്നു, കുടിവെള്ളം എത്തുന്നു, അങ്ങനെ വൈദ്യുതി എത്തുന്നു. അങ്ങനെ വലിയ വികസനം, വലിയ മാറ്റം ആ ഗ്രാമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടസ്സപ്പെടുത്താനാണ് നക്സലുകൾ ശ്രമിച്ചിരുന്നത്. ഇന്ന് അവർക്കതിന് സാധിക്കുന്നില്ല. ശക്തമായ നടപടികളിലൂടെ അവരെ അമർച്ച ചെയ്തു. ഇന്ന് ആ ഗ്രാമം, ആ ജില്ല, ആ പ്രദേശം സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവിടെ ജനാധിപത്യ ഭരണം ഇന്നിപ്പോൾ മടങ്ങി വന്നിരിക്കുന്നു. എന്തായാലും ഈ മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ല് തകർത്തതാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. അവർക്ക് സധൈര്യം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ എത്തിയിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒന്നൊഴിയാതെ ആ ഗ്രാമത്തിലേക്ക് വരും. അതിൻ്റെ മുന്നോടിയായി റോഡുകൾ തയ്യാറായി, കുടിവെള്ളം എത്തി, വൈദ്യുതി എത്തി, ഇതാ മൊബൈൽ ടവറും സ്ഥാപിക്കപ്പെട്ടു. ഇനി നല്ല സ്കൂളും കോളേജും ആശുപത്രികളും ഒക്കെ അവിടെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് നമ്മുടെ ഈ രാജ്യത്തെ മാവോയിസ്റ്റ് സ്വാധീനം ശക്തമായ 116 മേഖലകൾ ഉണ്ടായിരുന്നു. അതിൽ ഈ നക്സൽ ഭീഷണിയുള്ള 116 ജില്ലകളിൽ 2 വർഷത്തിനിടെ 728 പുതിയ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവയിൽ 467 ടവറുകൾ 4G സേവനം നൽകുന്നുണ്ട്. മൊബൈൽ ശൃംഖല ലഭ്യമായതോടുകൂടി ആധാർ രജിസ്ട്രേഷൻ, ആധാർ പുതുക്കൽ, അതുപോലെ തന്നെ ബാങ്കിങ്, പെൻഷൻ വിതരണം, റേഷൻ വിതരണം, ഓൺലൈൻ വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ തുടങ്ങിയവയ്ക്കുള്ള സൗകര്യവും ഗ്രാമത്തിൽ ഉറപ്പായിരിക്കുകയാണ് എന്ന് അധികൃതർ പറയുന്നു. മുമ്പ് ഇത്തരം ആവശ്യങ്ങൾക്കായി കൊടുങ്കാട്ടിലൂടെ ദീർഘദൂരം നടന്നു പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ ഗ്രാമീണർക്ക് എളുപ്പത്തിൽ ലഭ്യമായിരുന്നില്ല. ബസ്തറിൻ്റെ ഭാവിയിലേക്കുള്ള പുതിയ തുടക്കം. ബസ്തർ നമുക്കറിയാം വലിയ രീതിയിൽ നക്സൽ ബാധിത പ്രദേശമാണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഭാവിയിലേക്കുള്ള പുതിയ തുടക്കമാണിതെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറഞ്ഞു. അദ്ദേഹം വലിയ ആവേശത്തിലാണ്. കാരണം എല്ലാ ഗ്രാമങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ഉറപ്പാക്കുക, ക്ഷേമ പദ്ധതികൾ എത്തിക്കുക, സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് വിഷ്ണു സായി, ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസവും 10ലധികം നക്സലുകൾ, കൊടും നക്സലുകൾ ആയുധം വെച്ച് കീഴടങ്ങിയ വാർത്ത പുറത്തു വന്നിരുന്നു.
മാഡ്വി ഹിറ്റ്മ എന്ന് പറയുന്ന കൊടും ഭീകരൻ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇത് ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. അവിടെ ശരിയായ വികസനം ആ ഗ്രാമങ്ങളിൽ എത്തിക്കാനും ആ പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് അവിടുത്തെ ജനങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുമായിട്ട് കൂട്ടിച്ചേർക്കാനും സർക്കാരുകൾക്ക് സുരക്ഷാ സേനയുടെ ഇടപെടലിന് കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയാണ്. ആ ഗ്രാമം, കൊണ്ടപ്പള്ളി ഗ്രാമം ഉത്സവ ലഹരിയിലായിരുന്നു. ആബാലവൃദ്ധം ജനങ്ങളും അവിടെ തടിച്ചുകൂടി. കാരണം ആ കൊടുങ്കാട്ടിന് 4 വശവും കാടാണ്. ഇതൊരു ചെറിയ ഗ്രാമമാണ് ഈ ബീജാപ്പൂരിലെ കൊണ്ടപ്പള്ളി. ആ ഗ്രാമത്തിൽ, ആ ചെറിയൊരു ഗ്രാമത്തിൽ, ഒരു ആദിവാസി ഗ്രാമത്തിൽ ഈ ജനകീയ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സേവനങ്ങൾ, ഇതൊക്കെ അവിടെ എത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കാരണം ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ അവർക്ക് ഈ കൊടുങ്കാട് താണ്ടി പുറത്തേക്ക് പോകണമായിരുന്നു. ഇന്ന് അതിന് അറുതി വന്നിരിക്കുന്നു. പുരോഗമനം ആ ആദിവാസി ഗ്രാമത്തിലേക്ക്, വനത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസി ഗ്രാമത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അത് ആ നേട്ടം കൈവരിക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ അതീവ സന്തോഷത്തിലാണ്.